ഗുഡ് മോർണിംഗ് ആൾ. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് നമ്മൾ പറയുകയാണെങ്കിൽ പ്രധാന ട്രേഡ് ഡീലായി എന്നുള്ളൊരു ന്യൂസ് ട്രംപ് പറഞ്ഞു എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഇന്ത്യയായിട്ടും ട്രേഡ് ഡീൽ നടന്നു എന്ന് ഡയലോഗ് അടിച്ച ആളാണ് ഇങ്ങനെ. അതിനുശേഷം അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതുവരെ ഇന്ത്യയുടെ ഡീല് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ആൾ പറയുന്നതിലൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലാത്തതുകൊണ്ട് ട്രംപ് പറഞ്ഞു എന്നുള്ളതുകൊണ്ടൊന്നും അത് മൂവ്മെൻറ്റ് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. മാർക്കറ്റിൽ മൂവ്മെൻറ്റ് അമേരിക്കയിൽ കാര്യമായിട്ട് വന്ന് കണ്ടില്ല. എങ്കിൽ തന്നെ ട്രേഡ് ഡീലാന്ന് വന്ന് ഇനി ചൈനയുടെ സൈഡിൽ നിന്നുള്ള ഒരു ഔട്ട്പുട്ട് വന്നിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്യാം. എങ്കിലും അവരാരും ഒരു കാര്യം പറയുമ്പോൾ ചൈനയായിട്ട് ഡീല് നടന്നു എന്ന് പറയുമ്പോൾ അതിലൊരു 75% നമുക്കൊരു പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് തന്നെ നമുക്കൊരു പോസിറ്റീവ് ട്രെൻഡ് കീപ്പ് ചെയ്യാം. ഓക്കെ. അതുപോലെ ഗോൾഡിന് ഇത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. അപ്പോൾ ഗോൾഡ് അല്ലെങ്കിൽ മെറ്റൽ കമ്പനികൾക്ക് ഇത് നെഗറ്റീവാണ്. മെറ്റൽ കമ്പനികൾക്ക് കമ്മോഡിറ്റികൾക്കൊക്കെ നെഗറ്റീവാണ്. എന്തുകൊണ്ട്? പ്രധാനപ്പെട്ട നമ്മുടെ ഡോളർ ഇൻഡെക്സ് അപ്പാവുകയാണെങ്കിൽ. ഓക്കെ. വാച്ച് ചെയ്യാനുള്ളത് ട്രംപിൻ്റെ തന്നെയാണ്. ട്രംപ് സൈഡ്സ് ഫെഡ് റേറ്റ് കട്ട്. ഇതാണ് ഗുഡ് ന്യൂസ്. അപ്പോൾ അടുത്ത ആഴ്ചയാണ് ഫെഡിൻ്റെ മീറ്റിംഗ്. അടുത്ത ആഴ്ചയാണ്. ഓക്കെ. ആ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണമെന്നാണ് ട്രംപ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സൈഡിൽ പവലാണ് ഇരിക്കുന്നത്, അപ്പോൾ ഗവർണർ ഇരിക്കുന്നു. അപ്പോൾ ഇതിൽ ന്യൂസ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വായിച്ചറിയാവുന്നതാണ്. വളരെ പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം ട്രംപ് ഫെഡ് കാർഡൊക്കെ ട്രംപിൻ്റെ CPI ഡാറ്റ കണ്ട. ചിലപ്പോൾ CPI ഡാറ്റ നന്നായിട്ട് വന്നിക്കണു, നല്ല രീതിയിൽ കുറഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മാർക്കറ്റിൽ ഒരു ഇൻട്രസ്റ്റ് കട്ട് നിർബന്ധമായി ഫെഡ് ഗവർണർ പവൽ സാർക്ക് വരും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ് ട്രെൻഡ് ഉണ്ടാവുമെന്നാണ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അടുത്ത ആഴ്ച മീറ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റ് അടുത്ത ആഴ്ചയ്ക്ക് മുമ്പേ ചിലപ്പോൾ റിക്കവറി ഫോൾഡിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിൽ ഇന്ന് ട്രേഡിംഗ് നിഫ്റ്റിയുടെ കട്ടിംഗ് ഡേറ്റ് ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ സൈഡ് വൈസായി മാറാമെങ്കിലും ഒരിക്കലും ഈ മാർക്കറ്റിൽ ഷോർട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നു. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. അത്രയും പറഞ്ഞതിൻ്റെ ഉദ്ദേശം അടുത്ത ആഴ്ച വരുന്ന ന്യൂസ് പോസിറ്റീവ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാർക്കറ്റിൽ ഇവിടുന്ന് അങ്ങോട്ട് ഷോർട്ടല്ല പോകേണ്ടത്, ലോങ് ആണ് പോകേണ്ടത്. FMCG കൗണ്ടറിൽ നിങ്ങൾക്കറിയാം കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഈ ന്യൂസ് പറഞ്ഞ പോലെ താഴത്തേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ തന്നെ ഇന്ന് എഡിബിൾ ഓയിൽ, മറ്റുള്ള ഓയിൽ, മറ്റേ FMCG പ്രൊഡക്റ്റിനൊക്കെ 10% ടാക്സുകൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ FMCGനെ ബൂസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു അറ്റംപ്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ FMCG ഒരു റിക്കവറി വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഇപ്പോൾ ഷോർട്ട് പോയിക്കുന്ന മാർക്കറ്റിൽ റിക്കവറിക്കുള്ള കാരണമായി ഒരു ന്യൂസ് എന്ന് മാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഷെയർസിൻ്റെ കൂടെ കുറച്ച് ITC അങ്ങനത്തെ കുറച്ച് ഷെയർസുകൾ അപ്പ് ട്രെൻഡ് വരികയാണെങ്കിൽ മാർക്കറ്റ് ഓൾറെഡി പോസിറ്റീവ് ട്രെൻഡിലേക്ക് മാറാൻ സാധ്യത ഈ ന്യൂസിനുണ്ട്. ഈ HCL ടെക്നിക്കൽ കൗണ്ടർ നിങ്ങൾക്ക് നല്ല കയറിയതുകൊണ്ട് മാത്രമല്ല, ഇത് ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഡെലിവറി ബൈ ബെസ്റ്റ് കൗണ്ടറാണ്. ഇതിന് കൂടെ തന്നെ മാസ്റ്റേക്കും വന്നിട്ടുണ്ട്. വാച്ച് ചെയ്യാവുന്ന കൗണ്ടറാണ്. ഡെലിവറി എടുക്കുന്നവർക്ക് എടുക്കാവുന്ന ഫണ്ടമെൻ്റലി ബെസ്റ്റ് സ്റ്റോക്സുകളാണിത്. പിന്നെ അടുത്തത് പറയാവുന്നത് ഈ ഒരു സെക്ഷനിൽ ഇങ്ങനെയാണ്. അത് MTNL ആണ്. MTNL അത്ര മൂവ്മെൻറ്റ്സ് ഒന്നും ഞാൻ പറയില്ല. പക്ഷേ എങ്കിൽ തന്നെ MTNL സംതിങ് ആരോ അത് കുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ വലിയൊരു പ്രൈസ് അല്ല, ചെറിയൊരു റേഞ്ചുകളിൽ നിങ്ങൾക്ക് വെച്ചാൽ നോക്കാവുന്നതാണ്. MTNL റേഞ്ചുകൾ വളരെ അപ്പ് ആൻഡ് ഡൗൺസ് ഉള്ള കൗണ്ടറാണ്. എങ്കിൽ തന്നെ വാച്ച് ചെയ്യാവുന്നതും ഒന്ന് റിസ്ക് എടുത്ത് വെയിറ്റ് ചെയ്യേണ്ട കൗണ്ടറാണ്. പോളിഫ്ലെക്സ് കോർപ്പറേഷനാണ്. നല്ലൊരു ട്രെൻഡ് ഫീൽ ചെയ്യുന്ന ഒരു കൗണ്ടറാണ്. ഇന്നലെ മൂവ്മെൻറ്റ് കൂടുതലായിട്ട് കണ്ടിരുന്നു. ഡെലിവറി ബേസിലൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്ത് പറയുന്നത്. അപ്പോൾ നെറ്റ് മാർക്കറ്റിൽ നമുക്കല്ലേ ഗുഡ് ന്യൂസ് അടുത്ത ആഴ്ച ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റിലെ എല്ലാ ക്രാഷുകളും ഓവർ ഡൗൺ ട്രെൻഡിലും ബൈ ചെയ്യാനുള്ള സെൻറ്റിമെൻറ്റ് എടുക്കാനാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതനുസരിച്ചാണ് നമ്മളത് മുന്നോട്ട് പറയുന്നത്. ഓക്കെ. ഇത് ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ഡീലുകളാണ്. അപ്പോൾ അതനുസരിച്ച് ചെയ്യാം. ഓക്കെ. താങ്ക് യു. ബൈ. സെയിം ഡേയിൽ ഏർലി മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.